ആമവേട്ടയ്ക്കെതിരെ കുട്ടിക്കൂട്ടം രംഗത്തിറങ്ങി. ഇടയിലക്കാട്ടിൽ കൗവായി കായലോരത്തെ കണ്ടൽക്കാടുകൾക്കിടയിൽ ജീവിക്കുന്ന കാരാമകളുടെ സംരക്ഷണത്തിനായി ഇടയിലക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദിയിലെ കുട്ടിപ്പട്ടാളമാണ് പ്രത്യക്ഷ പ്രതിഷേധമുയർത്തി സംഘടിച്ചത്. കരയിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവിവർഗമായ ആമകളുടെ പ്രധാന ആവാസ കേന്ദ്രമാണ് ഇടയിലക്കാട് കൈപ്പാട്ടിലെ കണ്ടൽ വനങ്ങൾ. ഇവിടെ നൂറുകണക്കിന് കാരാമകളുടെ കേന്ദ്രമാണ്. പല ദേശങ്ങളിൽ നിന്നുള്ളവർ വാഹനങ്ങളും മറ്റുമെടുത്ത് ഇവിടെ വന്ന് കണ്ടലുകൾക്കിടയിലേക്ക് കടന്നുചെന്ന ചാക്കിൽ ആമകളെ പിടികൂടി കടത്തുന്നത് പതിവായിരിക്കുകയാണ്. ഈ വിവരം സമീപവാസികൾ ഗ്രന്ഥശാല പ്രവർത്തകരെ അറിയിച്ചതോടെയാണ് ആമക്കൂട്ടത്തെ സംരക്ഷിച്ചു നിർത്താനുള്ള സമരമുറയുമായി കുട്ടികൾ ബാലവേദിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭത്തിന് തുടക്കമിട്ടത്. ആമവേട്ടയ്ക്കെതിരെ നടത്തിയ കുട്ടികളുടെ കൂട്ടായ്മയിൽ ആമകളുടെ ചിത്രമേന്തി സംരക്ഷണ പ്രതിജ്ഞയെടുത്തു. ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് പി വേണുഗോപാലൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഈ ആമയുടെ മറ്റ് കുറേ പ്രത്യേകതകളുണ്ട്. ഈ ആമയുടെ പുറമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിനൊരു അനുകൂലനമുണ്ട്. അതിൻ്റെ പുറത്ത് നല്ല കട്ടിയുള്ള തോടുണ്ട്. ഈ തോട് ആണ് അതിനെ സംരക്ഷിച്ചു നിർത്തുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ 4 കാലുകളും ശത്രുക്കളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അതിനെ ഇത് ആക്രമിക്കാൻ വേണ്ടി മറ്റ് ജീവികൾ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും? അത് അതിൻ്റെ കാലുകളൊക്കെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക്, ഈ തോടിനുള്ളിലേക്ക് പിൻവലിക്കും. അതിൻ്റെ കഴുത്തും പിൻവലിക്കാൻ കൊണ്ടിട്ടില്ല. അങ്ങനെ ഒരു സൗകര്യം അതിന് പ്രകൃതി തന്നെ നൽകിയിട്ടുണ്ട്. ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ സത്യവ്രതൻ, സെക്രട്ടറി വി കെ കരുണാകരൻ, വനിതാവേദി പ്രസിഡന്റ് എം കെ ശ്രീലത, കെ കെ ബ്രഷ്നേവ്, സി ജലജ, ബാലവേദി പ്രവർത്തകരായ വി നിള, വൈഗ വിനോദ് എന്നിവർ സംസാരിച്ചു.